സ്നേഹമുള്ളവരെ, യഹൂദരുടെ 7 തിരുനാളുകളിൽ ഒന്നാണ് പെന്തക്കോസ്ത പെരുന്നാൾ. നമ്മൾ പെന്തക്കോസ്ത തിരുനാളിനെ കുറിച്ചുള്ള ധ്യാന ചിന്തകളാണല്ലോ ഈ ദിവസങ്ങളിലൊക്കെ എടുത്തിരിക്കുന്നത്. കാരണം പെന്തക്കോസ്ത തിരുനാൾ വരികയാണല്ലോ. യഹൂദന്മാരുടെ 7 പെരുന്നാളുകളെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് ലേവ്യപുസ്തകം 23-ാമത്തെ അധ്യായത്തിലാണ്. നിങ്ങൾ ലേവ്യപുസ്തകം 23-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. അതിൽ 7 പെരുന്നാളുകളെ കുറിച്ച് അല്ലെങ്കിൽ തിരുനാളുകളെ കുറിച്ച് കാണാം. ആദ്യത്തേത് പെസഹ പെരുന്നാളാണ്. രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളാണ്. മൂന്നാമത്തേത് ആദിഫലക്കറ്റയുടെ പെരുന്നാളാണ്. നാലാമത്തേതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന പെന്തക്കോസ്ത പെരുന്നാൾ. പെന്തക്കോസ്ത പെരുന്നാളിന് ശേഷം വരുന്നതാണ് ട്രംപറ്റ് അഥവാ കാഹള പെരുന്നാൾ. കാഹള പെരുന്നാളിന് ശേഷമാണ് യോം കിപ്പൂർ അഥവാ മഹാപാപ പരിഹാര ബലി, ദ ഗ്രേറ്റ് അറ്റോൺമെന്റ് ഡേ എന്ന് പറയും. അവസാനമായിട്ടാണ് കൂടാര പെരുന്നാൾ. ഈ 7 പെരുന്നാളുകൾക്കും പുതിയ നിയമത്തിൽ അതിൻ്റെ അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ പുതിയ നിയമവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മാത്രമേ അതിൻ്റെ മനോഹാരിത നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ പെന്തക്കോസ്ത പെരുന്നാൾ എന്ന് പറയുന്ന പെരുന്നാൾ യഹൂദരെ സംബന്ധിച്ച് അവരുടെ ഫലങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു പെരുന്നാളാണ്. പക്ഷേ ഇത് വരുന്നത്, അതിൻ്റെ തീയതി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പെസഹ പെരുന്നാൾ, കുഞ്ഞാടിനെ കഴുത്തറത്ത് കൊല്ലുന്ന ആ പെസഹ തിരുനാളിന് ശേഷം കൃത്യം 50-ാമത്തെ ദിവസമാണ് ഈ പെന്തക്കോസ്ത പെരുന്നാൾ വരുന്നത്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു യാഗമായതിനു ശേഷം കൃത്യം 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത പെരുന്നാൾ. പെന്തക്കോസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിനം എന്നാണ്. അപ്പോൾ പഴയ നിയമം പുതിയ നിയമം ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കുക, എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിഴൽ പൊരുൾ ബന്ധത്തിൽ ബൈബിൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് ബൈബിൾ മനസ്സിലാക്കാൻ സാധിക്കൂ. യഹൂദരുടെ പെരുന്നാൾ അവരുടെ കാർഷികോത്സവമായി മാത്രം ചിന്തിച്ചാൽ നമുക്കൊരു ആത്മീയ അർത്ഥത്തിൽ കാണാൻ സാധിക്കില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായിട്ടുള്ള യേശുവിൻ്റെ ജനനം, മരണ, പുനരുദ്ധാന, പെന്തക്കോസ്ത ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇതിനോട് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ ആഴത്തിൽ നമുക്ക് മനസ്സിലാകുക. ബൈബിളിനോട് കൂടുതൽ സ്നേഹം തോന്നും. ദൈവവചനം വായിക്കാനും കേൾക്കാനും അത് പാലിക്കുവാനും നമുക്ക് കൂടുതലായിട്ട് സഹായകമാവുകയും ചെയ്യും. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പെസഹ കുഞ്ഞാടിനെ കഴുത്തറുത്ത് കൊന്ന് ആ ദിവസം മുതൽ കൃത്യം 50-ാം ദിവസമാണ് പെന്തക്കോസ്ത പെരുന്നാൾ വരുന്നത്. 50-ാം ദിനം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം 50-ാം ദിനമാണല്ലോ പെന്തക്കോസ്ത തിരുനാൾ ആചരിക്കുന്നത്. അപ്പോൾ ഈ പെന്തക്കോസ്ത തിരുനാളിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുന്നു, സഭ രൂപപ്പെടുന്നു, പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു, 3000-ഓളം പേര് മാനസാന്തരപ്പെടുന്നു, അതിശക്തമായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇത് നിഴൽ രൂപത്തിൽ പഴയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പെന്തക്കോസ്ത തിരുനാൾ ദിവസം, പഴയ നിയമത്തിലെ ആ പെന്തക്കോസ്ത പെരുന്നാൾ ദിവസം ശ്രദ്ധിക്കണം. അതിന് തൊട്ട് മുമ്പുള്ളത് ആദ്യഫലക്കറ്റയുടെ തിരുനാളാണ്. ആദ്യഫലക്കറ്റ കൃഷി ചെയ്ത് ആദ്യഫലം കൊണ്ടുവരുന്നു. ആ ആദ്യഫലക്കറ്റ ഒരു കറ്റയായിട്ട് പുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പുരോഹിതൻ അത് നിരാജനം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അത് ഉയർത്തി 4 ദിക്കിലേക്കും കാണിക്കുന്നു. അതെന്തിനെ സൂചിപ്പിക്കുന്നു? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനെ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതാണ്, അതാണ് പുരോഹിതൻ ഉയർത്തി കാണിക്കേണ്ടത് 4 ദിക്കിലേക്കും. അല്ലാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളല്ല ഉയർത്തി പറയേണ്ടത്. യേശുക്രിസ്തു മനുഷ്യകുലത്തിന് വേണ്ടി ജനിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു. ഈ സത്യം 4 ദിക്കിലേക്കും ഉയർത്തേണ്ടവരാണ് നമ്മൾ. അത് പുരോഹിതന് മാത്രമല്ല, നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും ആ പൗരോഹിത്യ പദവി നമുക്കുണ്ട്. അപ്പോൾ നമ്മളത് ഉയർത്തി കാണിക്കണം. യേശുവിനെ ഉയർത്തി കാണിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ അൽമായർക്കുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. യേശുവിനെ ഉയർത്തി കാണിക്കണം. അങ്ങനെ ആ ഉയർത്തി കാണിക്കുന്നത് എന്നാണ് ഉയർത്തി കാണിക്കുന്നത്? സാബത്തിന്റെ പിറ്റേ ദിവസം. ഈ സാബത്തിന്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ യഹൂദരുടെ സാബത്ത് ശനിയാഴ്ചയാണ്. അതിന്റെ പിറ്റേ ദിവസമാണ് കറ്റ ഉയർത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഒരു ഞായറാഴ്ച ദിവസമാണ്. അതിനുശേഷം സാബത്തിന്റെ പിറ്റേ ദിവസം മുതൽ 7 ആഴ്ച എണ്ണണം. 7 × 7 49. അതിന്റെ പിറ്റേ ദിവസം അന്നാണ് പെന്തക്കോസ്ത. പഴയ നിയമത്തിൽ എത്ര കൃത്യമാണ് ഞാൻ പറയുന്നത്, വളരെ ശ്രദ്ധിക്കണേ. സാബത്തിന്റെ പിറ്റേ ദിവസം, അതായത് പഴയ നിയമത്തിൽ സാബത്ത് ഒരു ശനിയാഴ്ചയാണ്. അതിന്റെ പിറ്റേ ദിവസമാണ് നീരാജനത്തിനുള്ള കറ്റ ഉയർത്തി കാണിക്കേണ്ടത്. അത് മുതൽ 7 ആഴ്ച, 7 × 7 49. അതിന്റെ പിറ്റേ ദിവസം ഒരു ഞായറാഴ്ച തന്നെയാണ്. അന്നാണ് പെന്തക്കോസ്ത. എത്ര പുതിയ നിയമമായിട്ട് എത്ര ബന്ധമാണ് നോക്കൂ. ഇനി പ്രിയപ്പെട്ടവരെ, ഈ പെന്തക്കോസ്ത ദിവസം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? യഹൂദര് 2 അപ്പം കൊണ്ടുവരണം. ആ 2 അപ്പം പുളിപ്പിച്ച അപ്പമായിരിക്കണം, പുളിപ്പുള്ള അപ്പമായിരിക്കണം. അത് യാഗാർപ്പണത്തോട് ചേർത്ത് സമർപ്പിക്കാനുള്ളതാണ്. ഈ അപ്പം എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ അപ്പം, ഈ 2 അപ്പം, നമുക്കറിയാം ഈ സഭ എന്ന് പറയുന്നത് എന്താണ്? സഭ വിശ്വാസികളുടെ സമൂഹമാണ് സഭ. എന്നാൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യഹൂദര് മാനസാന്തരപ്പെട്ടു, വിജാതിര്. സഭയിൽ 2 കൂട്ടരുണ്ട്.
യഹൂദരിൽ നിന്ന് വന്നവരുണ്ട്, വിജാതിയരിൽ നിന്ന് വന്നവരുണ്ട്. ഞാനൊരു വിജാതീയനായിട്ടുള്ള അക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ വിജാതീയനാണ് പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ വിജാതീയ സമൂഹത്തിൽ നിന്ന് വന്നാണ്. പക്ഷെ കർത്താവ് എന്നെ കൈക്കൊള്ളുന്നു. ഈ യഹൂദരാണെങ്കിലും വിജാതിയരാണെങ്കിലും രണ്ടിൻ്റെ ഉള്ളിൽ പുളിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പാപമുണ്ടെന്നർത്ഥം. എന്നാൽ ഇത് വേവിച്ച അപ്പമായതുകൊണ്ട് എന്ത് പറ്റും? ഈ പുളിപ്പ് ആക്റ്റീവ് അല്ല. എന്നതുപോലെ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ, വീണ്ടും ജന്മം സംഭവിച്ചാൽ, പുതിയ സൃഷ്ടിയായിട്ട് മാറിയാൽ, അവൻ്റെ ഉള്ളിൽ പാപാവസ്ഥയുണ്ടെങ്കിലും അത് പാപത്തിന് ആക്റ്റീവ് ആവാൻ സാധിക്കില്ല. അവൻ പാപത്തിൽ വീണു പോവുകയല്ല, പിന്നെയോ കൃപയാൽ അവൻ നിലനിൽക്കുന്നു. ഇതാണ് ബൈബിളിൽ നൽകുന്ന സന്ദേശം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുളിപ്പ് നമ്മുടെ ഉള്ളിൽ അല്പാൽപ്പം ഉണ്ടായേക്കാം. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വലിയ കാര്യം. പാപം ആക്റ്റീവായി തീരുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ പെന്തക്കോസ്താ തിരുനാൾ ദിനത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ പഴയ നിയമത്തിലെ പെന്തക്കോസ്തയും പുതിയ നിയമത്തിലെ, പഴയ നിയമത്തിലെ പെന്തക്കോസ്ത ഞാൻ സൂചിപ്പിച്ചു, 4ാമത്തെ തിരുനാളായിട്ട് വരുന്നതാണ്. അത് ലേവ്യ പുസ്തകം 23-ലാണ്. പുതിയ നിയമത്തിലെ പെന്തക്കോസ്ത നമ്മൾ കാണുന്ന എവിടെയാണ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായത്തിലാണ്. ഇത് രണ്ടും ഒന്ന് കോറിലേറ്റ് ചെയ്ത് നമ്മൾ ധ്യാനിച്ചാൽ മനോഹരമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ നിയമത്തിൽ ജീവിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നിത്യമായി വസിക്കുന്നില്ല. പ്രവാചകന്മാരിലേക്ക് വരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ ഇടപെടലുണ്ടാകുന്നു, പരിശുദ്ധാത്മാവ് മടങ്ങിപ്പോകുന്നു. എന്നാൽ പുതിയ നിയമത്തെ സംബന്ധിച്ച് മാനസാന്തരപ്പെട്ട ദൈവമകന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയാണ്. യൂദാസ് എഴുതിയ ലേഖനം 1-19 വാക്യത്തിൽ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരും കേവല ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ലൗകികരായിട്ട് ജീവിച്ചാൽ പരിശുദ്ധാത്മാവിന് നമ്മിൽ വസിക്കാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവല ലൗകികരമായവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ലൗകികരായും ജഡികരായിട്ട് ജീവിച്ചാൽ ദൈവത്തിൻ്റെ ആവാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആവാസം നമ്മളിൽ ഉണ്ടാകണം. അതാണ് ആത്മീയത. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ വഹിക്കുന്നവരായിരിക്കണം. ഒരു പൂ അതിൻ്റെ ഉള്ളിൽ സുഗന്ധവും തേനും വഹിക്കുന്ന പോലെ നമ്മൾ കർത്താവിനെ വഹിക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ ആലയങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് ഇതിൽ നമ്മൾ വെള്ളം ചേർക്കരുത്, മായം ചേർക്കരുത്, നമ്മുടെ ജീവിതം കലർപ്പുണ്ടാകരുത്. നമ്മൾ ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ കലർപ്പുണ്ടാകാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം. വചനം കലർപ്പില്ലാതെ നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രഘോഷിക്കാവൂ. എന്നതുപോലെ തന്നെ ജീവിതത്തിലും കലർപ്പുണ്ടാകരുത്, അശുദ്ധി ഉണ്ടാകരുത്. അശുദ്ധിയുടെ അംശമുണ്ടാകാതെ ജീവിക്കണം. നമുക്കതിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മൾ അത്തരത്തിൽ സഹായിക്കാൻ പറ്റൂ. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.